ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഒരു കുഞ്ഞു പൂവാണ്. എനിക്ക് കമ്പി കിട്ടിയത് എവിടെ നിന്നാണെന്നറിയോ? മാസ്ക് ഇല്ലേ, മാസ്കിനുള്ളിൽ ഇരിക്കുന്ന ആ ഒരു സ്ട്രിപ്പിനുള്ളിലുള്ള ഒരു കമ്പിയായത്. അത് ഞാൻ ഊരിയെടുത്ത് ഇതുണ്ടാക്കിയതാണ്. ആ കമ്പിക്ക് അധികം നീളം ഇല്ലാണ്ടിട്ടുണ്ട്. കുഞ്ഞു പൂവ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ തണ്ടിന് നീളം കുറവായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് UV റെക്സിൻ ചെയ്യാനാണ്. അപ്പോൾ ഇതുപോലെ കമ്പിയുള്ളവർ, ഈ ഫ്ലവർ ഇങ്ങനെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ കമ്പി എടുക്കുമ്പോൾ നല്ല നീളത്തിന് ഉള്ള കമ്പി എടുക്കണം. അതുപോലെ തന്നെ ആ പൂവിൻ്റെ തണ്ടിനും നല്ല നീളത്തിന് തണ്ടെടുക്കണം. ഞാൻ ഈ UV റെക്സിൻ ചെയ്തപ്പോൾ ആദ്യം എൻ്റെ ആ ഒരു ഇതിലാണ് ഞാൻ ചെയ്തത്. ഞാൻ വേറൊരു വീഡിയോസ് ഒന്നും നോക്കാണ്ട് എൻ്റെ ഒരു ഐഡിയയിൽ തന്നെ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ആ പൂവിൻ്റെ ഫ്ലവറിൻ്റെ ആ മുകൾ ഭാഗത്തു നിന്നാണ് UV റെക്സിൻ കൊടുത്തത്. അങ്ങനെ കൊടുത്തപ്പോൾ അത് ആ ഒരു പെറ്റൽസിൽ മാത്രം നിൽക്കാണ്ട് ഫുള്ള് നിറഞ്ഞ് വരികയും ചെയ്തത്. ഞാൻ ഓരോ പെറ്റൽസിൽ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അത് ഫുള്ള് നിറഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ 2 പൂ ചെയ്തപ്പോഴും എനിക്ക് അങ്ങനെ വന്നു. പിന്നെ 3-ാമത്തെ പൂവിലാണ് അത് എനിക്ക് എങ്ങനെ ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടിയത്. അപ്പോൾ ഈ ഗ്രീൻ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതിൻ്റെ പൂവിൻ്റെ അടിഭാഗത്തുനിന്ന്, പൂവിൻ്റെ താഴെ ഭാഗത്തുനിന്ന് വേണം നമുക്ക്, അടിയിൽ നിന്ന് വേണം നമുക്ക് UV റെക്സിൻ കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ പതുക്കെ പ്രസ് ചെയ്യണം. ഒത്തിരി പ്രസ് ചെയ്താൽ അത് ഫുള്ള് താഴോട്ട് പോകും. അതുപോലെ തണ്ട് ഞാൻ പറഞ്ഞോളൂ, തണ്ട് നല്ല നീളത്തിന് എടുക്കണം. കുറച്ചും കൂടെ നീളത്തിന് കയ്യിൽ പിടിച്ച് ചെയ്യാൻ പറ്റിയ രീതിയിൽ വേണം എടുക്കാൻ. അപ്പോൾ തണ്ടിന് നീളം ഇല്ലായിട്ടാണ് ഞാൻ ആ ഫോമിൽ അത് കുത്തി വെച്ചിട്ട് അത് കൊടുക്കുന്നത്. അത് ഇച്ചിരി പാടാണ് നമുക്കിങ്ങനെ. കുഞ്ഞു പൂവായതുകൊണ്ട് തണ്ടിന് നീളം ഇല്ലാത്തതുകൊണ്ട് നമുക്കങ്ങനെ കൊടുക്കുമ്പോൾ ഇച്ചിരി പാടാണ് എല്ലാ പൂക്കൾക്കും അങ്ങനെ കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ തണ്ട് നീട്ടി എടുക്കുക. അതുപോലെ UV റെക്സിൻ കൊടുക്കേണ്ടത് അതിൻ്റെ അടിഭാഗത്ത് നിന്ന് വേണം നമുക്ക് UV റെക്സിൻ കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാ പെറ്റൽസിലും അത് പറ്റിക്കോളും. ഇനി ഇതിൽ നമ്മൾ കളർ കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, ഇത് ഞാൻ എങ്ങനെയാണ് ഇതിന് പൂവിന് കളർ കൊടുത്തെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിലിടാം. പിന്നെ ഈ UV റെക്സിനും കുറച്ച് കിറ്റൊക്കെ ആയിട്ട് ഞാൻ മേടിച്ചത് മീഷോന്നാണ്. അതിൻ്റെ ലിങ്ക് എനിക്കിതിലിടാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ പേജ് മോണിറ്റൈസ് ആയിട്ടില്ല, അതുകൊണ്ട് ആ ലിങ്ക് കൊടുക്കാൻ പറ്റാത്തത്. ഇത് മീഷോന്ന് മേടിച്ചതാണ്. ഇതിൽ കാണിക്കുന്നതൊക്കെയാണ് ആ ഒരു കിറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആ ഒരു ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.